ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ 27ാമത്തെ മാസ്റ്റർ ടോക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡേയില് നമ്മളെ മാസ്റ്റർ ടോക്കിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരും ഞാൻ എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മാസ്റ്റർ ടോക്ക്, എന്താണ് ടീം എന്നൊക്കെ അറിയുന്ന ആളുകളുണ്ട്. എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ടീമിന്റെ പേര് MJ എന്നാണ്. എ മാസ്റ്ററി ജേണി ടു ദ മൈൻഡ്. നമ്മളെ മനസ്സിലേക്ക് ഒരു ജേണി, ഒരു യാത്ര എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടീമിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ എന്നെ പരിചയമുള്ള ആളുകളുണ്ട്, പരിചയമില്ലാത്ത ആളുകളുണ്ട്. എൻ്റെ പേര് ജുനൈസ്. ഞാനൊരു ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. അപ്പം എന്താണ് നമ്മളെ ടീം മുന്നോട്ട് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് നിർബന്ധമായിട്ട് വേണ്ടിയ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മളെ ബോഡിയാണ്, മറ്റൊന്ന് നമ്മളെ മൈൻഡാണ്, മറ്റൊന്ന് നമ്മളെ സോളാണ്. അതായത് ഒരു മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത്, ഇത് മൂന്നും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും? ഇതാണ് മെയിൻലി നമ്മൾ ഓരോ പ്രോഗ്രാംസും മുന്നോട്ട് വെക്കുന്ന ഒരു വാല്യൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ മാസ്റ്റർ ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വരുന്ന ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ്. അപ്പം 27ാമത്തെ മാസ്റ്റർ ടോക്കിലേക്ക് ഞാൻ ഇന്നിങ്ങനെ ഈവനിങ്ങിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇന്നിപ്പോ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും, ഇന്നലെ ഇപ്പൊ നമ്മളെ ഒരു പ്രീ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. നമ്മളെ മൈൻഡിനെ കുറിച്ചിട്ടും ഡയമണ്ട് മൈൻഡ് എന്നുള്ള പ്രോഗ്രാമിനെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതിൽ നമ്മളെ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ട് അവരവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയാൽ അത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ മാസ്റ്റർ ടോക്ക്, മാസ്റ്റർ ക്ലാസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്താന്ന് വെച്ചാൽ, മാസ്റ്റർ ക്ലാസ് കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡയമണ്ട് മൈൻഡിൽ അറ്റൻഡ് ചെയ്യണം, മൈൻഡ് ഒന്ന് സെറ്റ് ആക്കണം, ലൈഫ് ഒന്ന് സെറ്റ് ആക്കണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ക്യാഷ് ഇല്ല എന്നുള്ളതാണ്, പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ കേൾക്കുന്ന സംഗതിയാണ്. ആഹ് ഈ ഒരു ഈ ഒരു ആ ഒരു കാര്യത്തിലൂടെ ഒക്കെ ഞാനും കടന്നു വന്നതാണ്. ഇപ്പൊ എന്റെ ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്കും മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കണം. ആ ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ട്രെയിൻഡ് ആവണം, എനിക്ക് ട്രെയിനിങ് കിട്ടണം. പക്ഷെ അതിനൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വേണം. ആ എമൗണ്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുള്ള ഒരു വേ ഓഫ് കാര്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഏരിയ ആയിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ഗോൾസിനെ പറ്റിയിട്ടാണ്, ലക്ഷ്യങ്ങളെ പറ്റിയിട്ട്. ഒരു മനുഷ്യന് നിർബന്ധമായിട്ട് ലൈഫിൽ വേണ്ടിയ ഒരു സംഭവമാണ് ഗോൾസ്, ലക്ഷ്യങ്ങൾ. ഇനിയിപ്പം ഈവൻ ഭക്ഷണോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളോ നല്ല റിലേഷൻഷിപ്പോ, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ലക്ഷ്യങ്ങൾ, ഗോൾസുകൾ. അത് നമ്മളെ ഒരു തരത്തിലുള്ള ഗോൾസ് എന്നതിലുപരി നമ്മളെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഗോൾസ് വേണം, നമ്മളെ ഫാമിലി കാര്യത്തിൽ നമുക്ക് ഗോൾസ് വേണം, നമ്മളെ ഹെൽത്തിൽ നമുക്ക് ഗോൾസ് വേണം, നമ്മളെ കരിയറിൽ നമുക്ക് ഗോൾസ് വേണം, നമ്മളെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാത്തിലും എന്ത് ചെയ്യണം, നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഗോൾസിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം, ഇന്നത്തെ ഡേയിൽ ഞാൻ ഗോൾസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം, നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്
ഗവൺമെന്റ് അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്താൽ എനിക്ക് മാറ്റം ഉണ്ടാവും എന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. ബട്ട് എന്താണ്, അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒക്കുന്നില്ല, സമയം ഒക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് റെഡി ആവുന്നില്ല, അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു ഗോളായിട്ട് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു ഡയമണ്ട് മൈൻഡ് എന്നത് മാത്രമല്ല, നിങ്ങളെ ലൈഫിലെ എല്ലാ ഏരിയയായിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യാം? ഓക്കെ, എങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഗോൾസ് നമ്മളെ ലൈഫിൽ നിർബന്ധമാണ്. ഇതുവരെ നിങ്ങളെ ലൈഫിൽ ഒരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഗോൾസ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നോർമലി ആളുകൾ പറയുന്ന പോലെ എനിക്കൊരു വീട് വെക്കണം, കാറ് വാങ്ങണം, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഗോൾസ് ആണ്. എന്നതിലുപരി നമുക്ക് നമ്മളെ മൈൻഡിന് ഒരു ഗോൾ വേണം. മെന്റലി നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയിൽ ഒരു ഗോൾ വേണം. ഫിസിക്കലി നമുക്കൊരു ഗോൾ വേണം. സ്പിരിച്വലി നമുക്കൊരു ഗോൾ വേണം. ഓക്കെ, ഇത് മൂന്നും അലൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പം ഈ ഗോൾ സെറ്റിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഥ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാല് ഒരു തവളയുടെ കഥയാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കുറച്ച് തവളകൾ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു പന്തയം വെക്കുകയാണ്. അപ്പം ഈ പന്തയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാടിനുള്ളിലാണ് പന്തയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്താണ്, കുറച്ച് തവളകൾ, ഒരു മൂന്ന് തവളകൾ ഒരു കുഴിയിൽ വീണ് പോവാണ്. അപ്പം കുറച്ച് ആഴത്തിലുള്ള കുഴിയാണ്. ഈ കുഴിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തവളകൾക്ക് കയറി മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം ബാക്കിയുള്ള തവളകൾ ചുറ്റും ഇങ്ങനെ കൂടി നിന്നിട്ട് ബാക്കിയുള്ള തവളകൾ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാം. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് പെട്ടാൽ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പറയും ഊക്കുക എന്നൊക്കെ പറയും, കളിയാക്കുക. ഓക്കേ, ഇനി നിങ്ങളെ കൊണ്ട് കയറാൻ പറ്റൂല, ഇനി നിങ്ങൾ അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, മരിക്കുള്ളൂ, മരണപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കളിയാക്കുകയാണ്, ഡീമോട്ടിവേറ്റ് ചെയ്യാണ്, തളർത്തുകയാണ്. അപ്പം അങ്ങനെ രണ്ട് തവളകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ കേട്ട് 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 അവസാനം അവർ ചാടി 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 ഏകദേശം ക്ഷീണിച്ചു, അവര് തളർന്ന് അവരെ കാലിന്റെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അവർ ആ കുഴിയിൽ തന്നെ അകപ്പെട്ട് പോവാണെന്നുള്ളതാണ്. എന്നാൽ ഒരു തവള മാത്രം എന്ത് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ചുറ്റും കൂടി നിന്നിട്ട് പറയുന്ന തവളകള് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. കേൾക്കാത്ത രീതിയിൽ ഇതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അങ്ങനെ അവസാനത്തെ ഒരു ചാട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഈ തവള മുകളിലെത്തുകയാണ്. ഈ മുകളിൽ എത്തിയ ഉടനെ എന്താണ്, അതുവരെ തളർത്തിയിട്ടുള്ള തവളകൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടും. ഇത് നമ്മുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവട്ടോ. നമ്മൾ ചിലതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറയും, എന്നെ കൊണ്ടൊന്നും അത് പറ്റൂല, നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടൂല, നിങ്ങളെ കൊക്കിൽ ഒതുങ്ങനെ കൊത്തിയാൽ മതി, ഇങ്ങനെയൊക്കെ കുറെ ഡയലോഗൊക്കെ അടിക്കും. പക്ഷെ അറിയാതെ നമ്മൾ ആ കൊക്കിലേക്കാണ് ഒതുക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്താൽ പിന്നെ അവരെന്താണ്, അന്ന് ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നുള്ള മോഡിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ തവളകൾ എന്ത് ചെയ്യാണ്, കുളത്തിന്റെ പുറത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കുഴിയുടെ പുറത്തേക്ക് എത്തിയിട്ടുള്ള തവളന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കാം, എങ്ങനെ എത്തി, എന്താ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം ഈ തവള ഒന്നും ഉത്തരം പറയുന്നില്ല, എന്തും ആൻസർ പറയുന്നില്ല. അപ്പോഴാണ് ആ തവളക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നത്, ആ തവള എന്താണ്, പൊട്ടനാണ്, എന്ത് ചെയ്യില്ല, ചെവി കേൾക്കൂല. അപ്പം യഥാർത്ഥത്തിൽ ആ തവള മുകളിലേക്ക് എത്താനുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ അതിനെ സഹായിച്ച ഒരു സംഭവം എന്താണ്, ബാക്കിയുള്ള ആളുകളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ആ തവളക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ തവളക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്ത്, എനിക്ക് മുകളിലേക്ക് എത്തണം. ആ ലക്ഷ്യത്തിൽ നല്ല പോലെ ബിലീവ് ചെയ്തു, വിശ്വസിച്ചു. ബാക്കിയുള്ള തവളകൾക്കും മുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ട് 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 അതിൽ തന്നെ എന്താ പറയുക, സ്റ്റിക്ക് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഡീമോട്ടിവേഷൻ വന്ന് അവരെന്ത് ചെയ്തു, അവർക്ക് മുകളിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്റ്റോറി എന്തിനാണ് സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ചെറുപ്പം മുതലേ പല ഗോൾസുകളും സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. അറിഞ്ഞോ അറിയാതെയും പല ഗോൾസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വലിയ കോഴ്സുകളൊന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചാല്, ചെറുപ്പത്തിൽ നമുക്കുണ്ടാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സമയത്ത് അത് തെറ്റുന്നു. അപ്പൊ നമ്മളെ പാരന്റ്സോ ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ ഒക്കെ പറയും, അതൊന്നും ചെയ്യരുത്, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ല, കുട്ടികൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, അവർ മോട്ടിവേറ്റ് ചെയ്യുക, ഡിമോട്ടിവേറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, അവർ അതിൽ നിന്ന് എതിർക്കും, അല്ലെങ്കിൽ തടുക്കും. ഞാൻ ഇന്നലെ സെഷനിൽ പറഞ്ഞ പോലെ മെജോറിറ്റി പാരന്റ്സും അവരെ മക്കളോട് പറയുന്നതിൽ നല്ലൊരു ശതമാനം നോയാണ്. ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ ഇരിക്കരുത്, ഇവിടെ ഇരിക്കരുത്, ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഒരുപാട് അരുത് കേട്ട് വളർന്നത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് ഫെയിലിയർ ആവുക എന്നുള്ളത് ഒരു പേടിയായിട്ട്, ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്താൽ തെറ്റുമോ,
ഞാൻ ഇതൊക്കെ ചെയ്താൽ ശരിയാവോ, ഇത് എനിക്കൊക്കെ പറ്റുമോ എന്നുള്ളൊരു ഒരു പ്രോഗ്രാം നമ്മളുള്ളിൽ കയറിയിട്ടുണ്ട്. എന്ത് ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പം ഈ പ്രോഗ്രാമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ നിലവിൽ കറന്റ് നമുക്ക് ഇതുപോലത്തെ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ പേടിയാണ്. അത് ഫൈനാൻഷ്യൽ ഗോൾസ് ആവട്ടെ, റിലേഷൻഷിപ്പിലെ ഗോൾസ് ആവട്ടെ, എനിവേർ ഏത് ഏരിയയിലാണെങ്കിലും എന്താണ് നമുക്ക്, വൺ സെക്കൻഡ്. എന്റെ വോയിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വോയിസ് ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യും, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, സൗണ്ട് ഓക്കെയാണ്. അപ്പം നമ്മൾ പല ഗോൾസും സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പല ദുരനുഭവങ്ങളും കാരണം നമ്മളിപ്പോ ഗോൾ സെറ്റ് ചെയ്യാൻ പോലും മുന്നോട്ട് വെക്കുന്നില്ല. ഒരു ഗോളും, അത് ഫൈനാൻഷ്യൽ ഗോൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിലെ ഗോൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പിലെ ഗോൾ ആവട്ടെ, ഒന്നും നമുക്ക് വെക്കാൻ നമുക്ക് പേടിയാണ്. ഇന്റേണലി ഉള്ളിൽ നമുക്ക് പേടിയാണ്. അപ്പം അങ്ങനത്തെ ബ്ലോക്കുകളൊക്കെ ആദ്യം നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റണം. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ആൻഡ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഇമോഷണലി ന്യൂട്രൽ ആൻഡ് നാച്ചുറൽ ആയിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. ഇമോഷണലി ന്യൂട്രൽ ആൻഡ് നാച്ചുറൽ, ഇത് രണ്ടും ആയിരിക്കണം. ബാക്കിയുള്ള ആളുകളോടുള്ള വാശി പുറത്ത്, ദേഷ്യപ്പുറത്തൊക്കെയാണ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വാശിയും ദേഷ്യവും തീരുന്നതോട് കൂടി എന്ത് ചെയ്യും, നിങ്ങൾ ആ ഗോൾ ഇട്ടെറിഞ്ഞിട്ട് പുറത്തു പോകും. ഓക്കെ. ഇപ്പം എന്നോട് ഒരാള് മോശമായിട്ട് ബിഹേവ് ചെയ്തു, ഞാൻ എന്ത് ചെയ്യാണ്, അയാളുള്ള ദേഷ്യത്തിന് ഞാൻ MBBS എടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഡോക്ടർ ആവുന്നുള്ള വാശിക്ക് ഇങ്ങനെ പോവാണ്. വാശി ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ ഓവർ ആവുന്നത് നല്ലതല്ല. ഞാൻ അങ്ങനെ ഞാൻ MBBS എടുത്ത് മേ ബി ഒരു ഡോക്ടർ ആയാൽ കൂടി എനിക്ക് അതിൽ മെയിൻലി ഒരു എന്റെ ഒരു പേർപ്പസ് ആയിട്ട് അലൈൻ ചെയ്തൊരു പക്ഷെ പോകാൻ പറ്റിക്കോണമെന്നില്ല. കാരണം എന്താ, ഞാൻ എന്തിനാ ഡോക്ടർ ആയത്? അവരോടുള്ള വാശിക്ക്. ആ ഒരു വാശി. വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഡോക്ടർ ആവുന്നതോട് കൂടി എന്ത് ചെയ്യാണ്, അവരോടുള്ള വാശി അല്ലെങ്കിൽ ആ ഒരു സംഗതി ഞാൻ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് സംഗതികളും, ഏത് ഗോളാവട്ടെ, ചെറിയ ഗോളാവട്ടെ വലിയ ഗോളാവട്ടെ, ഈ ഗോൾസ് ഒക്കെ ഇമോഷണലി ന്യൂട്രൽ ആൻഡ് നാച്ചുറൽ. ആരോടുള്ള വാശി പുറത്തോ ദേഷ്യപ്പുറത്തോ, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ അവരെ മുന്നിലൊന്ന് നമ്മളൊന്ന് ഉയരാൻ വേണ്ടിട്ടോ അതിലൊന്നും ആവരുത്. സെൽഫായിട്ട് കണക്ട് ചെയ്യുക. നമ്മളെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മളായിട്ട് മാത്രം വെച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഗോൾ സെറ്റ് ചെയ്ത് എങ്ങനെ അതിലേക്ക് നമുക്ക് എത്താന്നുള്ളത്. അപ്പം ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അപ്പം ഗോൾ സെറ്റിംഗിൽ ഫസ്റ്റ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. എന്താണ് എനിക്ക് വേണ്ടത്? ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ. ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറയാം, ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വേണം. എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് വേണം. ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥം, എന്തെങ്കിലും ഒരു അർത്ഥം. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരും. ഓക്കെ. എന്തെങ്കിലും നോർമലി നാം കേൾക്കുന്ന ഒരു സംഭവം, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യോ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യോ. ഇത് മോട്ടിവേഷൻ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കണ പോലെ എന്തെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഒന്ന് എന്തിനാ മോട്ടിവേഷൻ? ഇപ്പം ചില ആൾക്കാർ പറയുന്ന ഭയങ്കര മടിയാണ്, ഭയങ്കര ലേസിയാണ്. ഇപ്പം ചോദിക്കും, എന്തിലാണ് ലേസി, എന്തിലാണ് മടി? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടോ? ഉറങ്ങാൻ മടിയുണ്ടോ? ഇല്ല, ഇതിനൊന്നും മടിയില്ല, പിന്നെ എന്തിനാണ് മടി? ചില സംഗതികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സംഗതികൾക്ക് മാത്രം മടി. അപ്പം അതിന് ചെറിയൊരു റീവയറിങ് ചെയ്താൽ അത് ഓക്കെ ആയിട്ട് പോകും. അപ്പൊ അതേപോലെ എന്തിലാണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്? വീടോ, കാറോ, അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷോ, റിലേഷൻഷിപ്പോ, എന്താണ് വേണ്ടത്? അത് ആദ്യം ക്ലാരിഫൈ ചെയ്യണം. അത് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം. നിങ്ങളെ മൈൻഡിന് എപ്പോഴും വേണ്ടത് ക്ലാരിറ്റിയാണ്. എപ്പോഴും വേണ്ടത് ക്ലാരിറ്റിയാണ്. നിങ്ങൾ റൂമിലേക്ക് കയറി ചെന്നു, റൂം മൊത്തം മലമ്പായിട്ട് കിടക്കുക. നിങ്ങൾക്ക് അവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെന്താണ്, മൊത്തം മലമ്പായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാതെ ആ മൂലക്കൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നോളൂ. രണ്ടാമതായിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ മൈൻഡിന് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര ലേസി ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് തോന്നും. ബട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഗോള് സെറ്റ് ചെയ്യാനെന്ത്, ഈ റൂം മൊത്തം ക്ലീൻ ആക്കിയിട്ട് മൊത്തം ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. മേ ബി ആദ്യം നമ്മൾ ജനലുകളൊക്കെ ക്ലീൻ ചെയ്യും, പിന്നെ നമ്മൾ ബെഡ് സെറ്റ് ചെയ്യും,
പിന്നെ നമ്മളെ അലമാര സെറ്റ് ചെയ്യും, പിന്നെ നമ്മൾ അടിയൊക്കെ ഒന്ന് ക്ലീൻ, ഇങ്ങനെ ഓരോന്നോരോന്ന് ക്ലാരിറ്റി കൊടുക്കും. ആദ്യം ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, ഇങ്ങനെ ക്ലാരിറ്റി കൊടുക്കുന്നതോടുകൂടി എന്ത് ചെയ്യാണ്, അത് നമുക്ക് സെറ്റ് ചെയ്യാനും അത് എടുക്കാനുള്ള ചാൻസ് എന്താണ്, വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് അതിന് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ, വഴികൾ കണ്ടെത്തുക. ഓക്കെ, വഴികൾ കണ്ടെത്തുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിലാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഇത്ര സമയം കൊണ്ട് എന്റെ വെയിറ്റ് ഇത്ര ലോസ് ചെയ്യണം, ഇത്ര വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ സിക്സ് പാക്ക് ആവണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഹെൽത്തി ആവണം. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം. മേ ബി എന്റെ ചില ഫുഡുകൾ ഞാൻ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എന്റെ ചില ഫുഡുകൾ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ മാർഗം എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് യോഗ്യതകൾ ആർജിക്കുക എന്നുള്ളത്. യോഗ്യതകൾ ആർജിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില ചില സംഗതികൾക്ക് നമുക്ക് ചെറിയ സ്കില്ലുകൾ വേണ്ടി വരും. ഇപ്പം എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു ട്രെയിനിങ് മേഖലയായിട്ട് ഞാൻ കരിയറായിട്ട് ചൂസ് ചെയ്ത സമയത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യോഗ്യതയായിട്ട് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചിട്ട് പഠിക്കുക, കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് വരുന്നത് തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് തടസ്സങ്ങൾ. ഏറ്റവും കൂടുതൽ എന്നുള്ളത് മെയിൻലി സോഷ്യൽ മീഡിയ. ഒരു റീൽ സ്ക്രോൾ ചെയ്ത് പിന്നെ അരമണിക്കൂർ, മുക്കാൽ മണിക്കൂറൊക്കെ പോയതിനു ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ അറിയാം ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ തന്നെ എടുത്ത് ഒഴിവാക്കുക. പിന്നെ വരുന്ന എന്താണെന്ത്, പരിശ്രമം. ഇതിൽ നിങ്ങൾ നാലെണ്ണം സെറ്റ് ചെയ്താലും അഞ്ചാമത്തതിലാണ് നിങ്ങളെ സക്സസ്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എപ്പോഴായിരിക്കും, പരിശ്രമത്തിലായിരിക്കും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സക്സസിലേക്ക് എത്തുക. ആരും ഒരു ദിവസം രാവിലെ എണീറ്റ് ഉടനെ തന്നെ കോടീശ്വരനായല്ലോ, ഓക്കെ, ആ എന്റെ ബോഡി മൊത്തം സെറ്റ് ആയല്ലോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ അടിപൊളിയാണല്ലോ, ഒക്കെ ഞാൻ വിചാരിച്ച പോലെ ആയി, ഓക്കെ, ക്യാഷ് ഒക്കെ ഇപ്പൊ ആവശ്യത്തിനുണ്ട്, ഹെൽത്ത് ഒക്കെ സെറ്റാണ്, ഇങ്ങനെ ആരും ഉണ്ടാവില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നിൽ വർക്ക് ചെയ്ത് വരുന്ന സമയത്താണ് എന്ത്, അതിൽ നമുക്ക് സക്സസ് ആവാം. ഇതിന് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും, പഠിക്കുന്ന ആളുകളായാലും, അല്ലെങ്കിൽ ഇനി വർക്ക് അന്വേഷിക്കുന്ന ആളുകളായാലും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ സക്സസിലേക്ക് നമ്മൾ എത്തണം. റെപ്പിറ്റേഷൻ. നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ബൾബിന്റെ കാര്യം പറയാറില്ലേ, തോമസ് ആൽവ എഡിസൺ ഏകദേശം 999 പറയുന്നുണ്ട്, 9999 പറയുന്നുണ്ട്. അത്രയും തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് പല പല സംഗതികൾ വെച്ച് നോക്കിയിട്ടുണ്ട്, ഇത് കത്തോ. അവസാനമാണ് കണ്ടെത്തുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാം, പരിശ്രമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്. അപ്പം ഗോള് നമുക്ക് എങ്ങനെ, ആ ഒരു ഗോൾ സെറ്റിംഗ് എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ അതിനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ലക്ഷ്യം നിർണ്ണയിക്കുക, പിന്നെ അതിന്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. ഇത് പരമാവധി നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഗോൾസ് എഴുതി വെക്കുന്ന ആളുകളുള്ളൂ. ഈ ഗോൾസ് എഴുതി വെച്ച് അത് ഡെയിലി നമ്മൾ കാണുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഗോളിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയാറുള്ളത്. ഓക്കെ. മൊത്തം വേൾഡിൽ തന്നെ വെറും 4% ആളുകളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളുള്ളൂ, ഗോൾ എഴുതി വെക്കുന്ന ആളുകൾ. അതിലും 1% ആളുകൾ മാത്രമേ ആ ഗോൾ അഗെയിൻ പോയി നോക്കി അതിനു വേണ്ടി പരിശ്രമിച്ച് അത് നേടിയെടുക്കുന്ന ആളുകളുള്ളൂ എന്ന് പറയാറുള്ളത്. അപ്പം ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർണ്ണയിക്കുക, ഒന്ന് എഴുതി വെക്കുക, അതിനുള്ള മാർഗങ്ങൾ എഴുതുക, അതിന്റെ യോഗ്യതകൾ എന്തൊക്കെ എഴുതുക, അത് ആർജിക്കുക, ആ യോഗ്യതകളൊക്കെ നേടിയെടുക്കുക, പിന്നെ അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്ന് നോട്ട് ചെയ്യുക, തടസ്സങ്ങൾ ഒഴിവാക്കുക, പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ പരിശ്രമിക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലുള്ള ഒരു അവയർനെസ് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാല്, ഗോൾസിനെ നമുക്കൊരു 3 തരത്തിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ, ഒന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന ഗോളുകളാണ്, ചെറിയ ഗോളുകൾ. ഇപ്പം എനിക്കൊരു ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനൊരു 1 CR അല്ലെങ്കിൽ 1 കോടി രൂപ ഏൺ ചെയ്യുക, അതിന്റെ ഒരു ഗോളാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഒന്ന് കാലിക്കറ്റ് ബീച്ചിൽ പോകണം, അവിടുന്ന് ചെറിയൊരു എന്താ പറയാ, ഒരു ഐസ് കരുതി അല്ലെങ്കിൽ ചെറിയൊരു സ്നാക്സ് കഴിക്കണം. ഇതിന്റെ ഒരു ഗോളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. സെബീഷ് അതൊരു ആഗ്രഹമാണ്, പക്ഷെ അതൊരു ഗോളായിട്ട് ഞാൻ എടുക്കുക. അപ്പൊ മേ ബി എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ അതിനുള്ള മാർഗം കണ്ടുപിടിക്കേണ്ടി വരും, യോഗ്യതകൾ എടുക്കേണ്ടി വരും, തടസ്സങ്ങൾ നീക്കേണ്ടി വരും, എന്നിട്ട് പരിശ്രമിക്കേണ്ടി വരും. ഇത് ഈ ഒരു മോഡലിൽ ചെയ്യാം. അപ്പം ചെറിയ സംഗതികൾക്കും വലിയ സംഗതികൾക്കും സെയിം മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ചെറിയ കാലയളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോൾസ് ഉണ്ട്, ചെറിയ കാലയളവിൽ.
അതുപോലെ തന്നെ ഒരു കുറഞ്ഞ കാലയളവിൽ, ഇപ്പൊ ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട്, അല്ലെങ്കിൽ ഒരു 3 വർഷത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോൾസ് ഉണ്ട്. ഇനി അതല്ലാതെ ചിലത് ലോങ് ടേമില്, ദീർഘകാലം നമ്മൾ പരിശ്രമിക്കേണ്ട ഗോൾസ് ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം ഒരു 1 CR ഏൺ ചെയ്യുക, 1 കോടി രൂപ ഏൺ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഗോൾ. ഇതാണ് എന്റെ ഗോളായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഉറങ്ങി നാളെ രാവിലെ എണീക്കുമ്പോൾ എന്റെ ഒരു 1 CR ഉണ്ടാവുമെന്ന് ഞാൻ ലക്ഷ്യം വെച്ചു. അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചതിന് ശേഷം നാളെ രാവിലെ തന്നെ 1 CR ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം നമ്മളെ ചില ആഗ്രഹങ്ങൾക്ക്, ചില ലക്ഷ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ചില ഗോൾസിന് എന്താണ്, ഇറ്റ്സ് ടേക്ക് ടൈം. ആ ടൈം നമ്മൾ അനലൈസ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മോണിറ്റൈസ് ചെയ്യാം. ഓക്കെ, മോണിറ്റൈസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അഡ്വർടൈസ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ സോറി, അഡ്വൈസ് എടുക്കുക. അഡ്വർടൈസ്മെന്റ് അല്ല, അഡ്വൈസ് എടുക്കുക. ഇപ്പം ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ട്രെയിനിനെ വരെ ട്രെയിനിങ് ചെയ്യാത്ത ഒരാളടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നൊരു ട്രെയിനിങ് മൊഡാലിറ്റി എടുത്താലോ പുറത്തെടുത്താലോ വിചാരിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ആൾക്ക് ട്രെയിനിങ് ആയിട്ട് ഒരു കണക്ഷൻ ഉള്ള ആളെന്താ പറയാ? ആൾ പറയാ, അതൊക്കെ പോസിബിൾ ആവോ? ഒരു 10 രൂപ കൊല്ലൊക്കെ എടുക്കാൻ മതി, മേ ബി അത് പോസിബിൾ ആവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അതിനനുസരിച്ച് വർക്ക് ചെയ്യാണ്. 20 വർഷം കൊണ്ട് എന്ത് ചെയ്യും, ഞാൻ നല്ലൊരു ട്രെയിനർ ആവും. അതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ഗുരുവിന്റെ അടുത്ത് പോവാണ്. ഗുരു ഏകദേശം ഒരു 10-11 വർഷമായിട്ട് ഈ ഒരു ട്രെയിനിങ് മേഖലയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പല ട്രെയിനിങ് മൊഡാലിറ്റി ആൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട്, എന്റെ ഗൈഡിന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ഗൈഡെ, ഇങ്ങനെ ഒരു മൊഡാലിറ്റിയിൽ ഞാൻ ട്രെയിനിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ആളുകൾക്ക് ഇത് എഫക്റ്റ് ആവും? ആളുകൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ചോദിക്കുമ്പോൾ ഗൈഡ് എന്ത് പറയും? ഒബ്വിയസ്ലി പറയും, ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ്, ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ചെയ്താൽ ഒരു 1 to 2 ഇയറിനുള്ളിൽ എന്ത് ചെയ്യും, സക്സസ് ആവും. അപ്പം ഇത് നമുക്ക് നല്ലൊരു സംഭവം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന അഡ്വൈസ്, അത് എന്തായാലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് വേണം അഡ്വൈസ് എടുക്കാൻ. ഓക്കെ, നമ്മൾ പൊതുവേ ഈ ഗോൾ സെറ്റിങ്ങിൽ പറയാറുള്ളത്, ഒരു റോൾസ് റോയ്സ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു BMW വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊക്കെ ഓടിച്ചിട്ടുള്ള ഒരാളടുത്ത് പോയിട്ടെങ്കിലും അഭിപ്രായം ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഇന്നേ വരെ മാരുതി മാത്രം വാങ്ങിയിട്ട് ഗോൾ സെറ്റിംഗ് ഒന്നും ഇല്ലാതെ ഒരു ചെറിയ ഫ്രെയിമിൽ മാത്രം ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കി ചെറിയൊരു ഫ്രെയിമിൽ മാത്രം പോകുന്ന ആളുകളോട് ചോദിക്കുകയാണ്, അവര് പറയുന്നത്, എന്തിനാ ആർഭാട ജീവിതം, എന്തിനാ കാറ്, ഇപ്പൊ ഉള്ളതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ പോലെ ചോദിക്കും. അല്ലെങ്കിൽ അവർ പറയും, അതൊക്കെ ഭയങ്കര ക്യാഷ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ അഡ്വൈസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസ് എടുക്കും. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അഡ്വൈസ് എടുക്കുക. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ഹസ്ബൻഡുമായിട്ട് ഈ രീതിയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ വൈഫുമായിട്ട് ഈ രീതിയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഫൈനാൻസ് ഒന്ന് സെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് പെട്ടെന്ന് നടക്കുന്നതാണോ, കുറഞ്ഞ സമയം കൊണ്ട് നടക്കുന്നതാണോ, അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കുമെന്ന്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി എനിക്കൊരു എന്താ പറയാ, ഒരു ചെറിയൊരു റൂളും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാം. റൂൾ എന്താന്ന് വെച്ചാൽ, അധിക ആളുകളും ഈ റൂളിന്റെ പേര് 8/92, 8/92 റൂൾ എന്നാ പറയാറുള്ളത്. അതായത് 100 ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെറും 8 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ. അപ്പം അതിന്റെ ഒരു ലിസ്റ്റാ പറയുന്നത്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു സ്റ്റഡിയുടെ ബേസിൽ വന്നിട്ടുള്ള ഒരു കണക്കാണ്. ഏകദേശം 44% ആളുകൾ എന്ത് ചെയ്യും, ആദ്യത്തെ തടസ്സം വരുമ്പോൾ തന്നെ അതൊന്നും നടക്കൂല, ഒഴിവാക്കി പോയിക്കോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ, അതൊന്നും നടക്കൂല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂല, നിങ്ങൾ കൂട്ടിയാൽ കൂടില്ല, ഒഴിവാക്കി പോയിക്കോളൂ, നിങ്ങളെ കൊണ്ട് കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അത് ഒഴിവാക്കി പോകും. 44%. അത് കഴിഞ്ഞ് 22% ആളുകൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ തടസ്സം വരുന്നതോട് കൂടി അവര് ഇതൊന്നും നടക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അത് ഒഴിവാക്കി പോകും. പിന്നെ 16% ആളുകൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ തടസ്സം വരുന്നതോട് കൂടി എന്ത് ചെയ്യും, അത് ഒഴിവാക്കി പോകും. 10% ആളുകൾ നാലാമത്തെ തടസ്സം വരുന്നതോട് കൂടി എന്ത് ചെയ്യും, അത് എന്താണോ ലക്ഷ്യം ഒഴിവാക്കി പോകും. എന്നാൽ 8% ആളുകൾ, അതായത് 100-ൽ 8 ആളുകൾ എന്ത് ചെയ്യും, എന്തൊക്കെ തടസ്സം വന്നാലും ആ ലക്ഷ്യത്തിന് പിന്നാലെ പോയി 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 എന്ത് ചെയ്യും, അത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളെ മൈൻഡിന്റെ ഒരു ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നമ്മളൊരു ഏകദേശം ഒരു 10,000 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവുന്നുള്ളത്. അപ്പൊ ആ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ തടസ്സം വന്നു, നമ്മൾ എന്ത് ചെയ്യും, ഓവർകം ചെയ്തു. രണ്ടാമത്തെ തടസ്സം വന്നു, നമ്മൾ ഓവർകം ചെയ്തു. മേ ബി നമ്മൾ പോകുന്നത് നമുക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ അതിനെ ഓവർകം ചെയ്തു. ഹെൽത്തിലായിരിക്കും, ഓവർകം ചെയ്തു. റിലേഷൻഷിപ്പ് റിഗാർഡിങ് ഓവർകം ചെയ്തു. അങ്ങനെ ഓവർകം ചെയ്ത് നമ്മളൊരു ഏരിയ കഴിയുന്ന സമയത്ത് ഇനി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒന്നും നമ്മളെ ബാധിക്കാതെ, അതിന്റെ ഒരു, നമ്മൾ പറയാറില്ലേ, APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ, നിങ്ങൾ ഓണർ ആക്കാതെ, പ്രശ്നങ്ങള് നിങ്ങളെ ബോസ് ആകരുത് എന്ന് പറയും. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പ്രശ്നങ്ങളെ ബോസ് ആവണം.
ഓക്കെ, നിങ്ങളായിരിക്കണം നിങ്ങളെ പ്രശ്നങ്ങളെ ബോസ്. നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങളെ പ്രശ്നം മുകളിൽ വെച്ചിട്ട് എന്റെ പ്രശ്നങ്ങളെ എന്ന് പറയുന്നതിന് പകരം പ്രശ്നങ്ങൾ എടുത്തിട്ട് താഴെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രശ്നങ്ങളെ ബോസ് ആവണം. അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനൊന്ന് എന്താ പറയാ പോസിറ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം ഗോൾ സെറ്റിംഗിൽ വരുന്ന ഒരു റൂളാണ് 8/92 എന്നുള്ളത്. ഇപ്പം 44% ആളുകളും ഒന്നാമത്തെ തടസ്സം വരുമ്പോൾ ഒഴിവാക്കും, 22% ആളുകൾ രണ്ടാമത്തെ തടസ്സത്തിൽ ഒഴിവാക്കും, 16% ആളുകൾ മൂന്നാമത്തെ തടസ്സത്തിലും, 10% ആളുകൾ നാലാമത്തെ തടസ്സത്തിലും ഒഴിവാക്കും എന്നുള്ളതാണ്. 8% ആളുകൾ അവർ നെവർ ഗീവ് അപ്പ്, അവർ ഗീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് 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 തന്നെ പോകും എന്നുള്ളതാണ്. ഇനി ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടും കൂടി വായിച്ചിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാം. കോട്ട് ഇങ്ങനെയാണ്: പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് അവർക്ക് ബുദ്ധിയോ കഴിവോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവരവരുടെ മുഴുവൻ കഴിവും അവരെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവാത്തത് നമുക്ക് കഴിവില്ലാത്തതോ നമുക്ക് ക്യാഷ് ഇല്ലാത്തതോ നമുക്ക് ഹെൽത്ത് ഇല്ലാത്തതോ ഒന്നുമല്ല. അതിന്റെ യഥാർത്ഥ പ്രശ്നം നമ്മൾ നമ്മളെ കഴിവ് മുഴുവനായിട്ട് അതിൽ ഉപയോഗിക്കാത്തതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അംബീഷൻസും നമുക്ക് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു ദിവസത്തിൽ നമ്മൾ അതിന് എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മളെ കഴിവ് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ആർജിക്കുന്നുണ്ട്, കഴിവുകൾ എത്രത്തോളം ആർജിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ എന്റെ ട്രെയിനിങ് മേഖല, ട്രെയിനിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സൗദി അറേബ്യയിലായിട്ടായിരുന്നു. അപ്പം നമ്മളെ ഇന്ത്യൻ ടൈമിൽ ഇവിടുത്തെ 6 മണിക്കാണ് എന്റെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് ഓൺലൈൻ ആയിരുന്നു ഫസ്റ്റിലൊരു മന്ത്. അപ്പം ഈ ഒരു സമയത്ത് ഇവിടുത്തെ 6 മണി എന്ന് പറയുമ്പോൾ അവിടെ 3:30 സമയം, ഏർലി മോർണിംഗ്. ഇപ്പൊ 3:30 ഞാൻ ഇതുപോലെ ഓൺലൈനിൽ ഇവിടെ വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ മുമ്പെങ്കിലും എണീറ്റിട്ട് ഒന്ന് ഫ്രഷ് ആയി ഒരു കോഫിയൊക്കെ ഇട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പം ഈ ഒരു സമയത്ത് ആദ്യത്തെ ഒരു ദിവസം ഇരുന്ന സമയത്ത് ഭയങ്കര ഒരു ഇത്. അപ്പൊ എന്നോട് ആ സമയത്ത് തന്നെ എന്റെ ഗൈഡ് പറഞ്ഞൊരു സംഭവമുണ്ട്: നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളൊരു വേ ഉണ്ടാവും, നിങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളൊരു വേ ഉണ്ടാവും, അത് നിങ്ങളാണ്. ഓക്കെ, അത് നിങ്ങളാണ്. നിങ്ങൾ ഇനി എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഞാൻ അന്ന് കണ്ടിട്ടുള്ള ഞാനൊരു ട്രെയിനർ, ഒരു ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആവണം ഞാൻ അന്ന് ആഗ്രഹിച്ചത്. ആ ട്രെയിനർ സീക്ക് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും, ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റണം. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ സെഷനിൽ ഒരാൾ പറഞ്ഞു അവർ അംബീഷൻ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ഒരു ഫയർഫോഴ്സിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയട്ടെ, ഇപ്പൊ നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർഫോഴ്സിലുള്ള ഒരാളോ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫയർഫോഴ്സിൽ എത്തിയതിനു ശേഷം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും. ഇപ്പൊ ഒരു പോലീസിലോ ആർമിയിലോ ഒക്കെ എത്തുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന നമ്മളെ ആ പുതിയ വേർഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആ പുറത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. ഇപ്പം ആർമിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സസൈസോ ഒരു റണ്ണിങ്ങോ ഒന്നും ചെയ്യാതെ എല്ലാ ദിവസവും നല്ല ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങി അവസാനം ട്രെയിനിങ്ങിന്റെ സമയം വരുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള സെലക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ പോയി ഓടിയാൽ എങ്ങനെ ഉണ്ടാവും? സെലക്ടഡ് ആവും? നോ, ദർ ഇസ് നോ ചാൻസ്. അങ്ങനെ ഒരു ചാൻസേ ഇല്ല, വളരെ കുറവാ ചാൻസ്. അതിന് പകരം എന്ത് ചെയ്യണം? ആ ആർമിയിൽ എത്തിയിട്ട് ഒരു 6 മന്ത് ട്രെയിനിങ് ഉണ്ടാവും. എന്നെ സെലക്ട് ചെയ്താൽ കൂടി ഒരു 6 മന്ത് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിൽ ഓടുന്ന സമയത്തുള്ള ഒരു ഓട്ടം എനിക്ക് ഇപ്പോൾ ഓടാൻ പറ്റും. എന്നാൽ എനിക്ക് എന്താണ്, ഇറ്റ്സ് ഈസി ടു എന്താ പറയാ ഓവർകം. ആ ഒരു ട്രെയിനിങ് ഫസ്റ്റിൽ ആ ഒരു സെലക്ഷൻ ഓവർകം ചെയ്യാൻ സുഖം. കാരണം എന്താ, ഞാൻ വർക്ക് ചെയ്തത് ട്രെയിനിങ്ങിൽ ഓടാൻ വേണ്ടിയിട്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ്ങിലേക്ക് ഓടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കാണുന്ന ലക്ഷ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും, അത് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. ആ ടൈം നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റണം. ആ അറിവുകൾ, അതിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ നമുക്ക് ഇപ്പൊ ആർജിക്കാൻ പറ്റണം. അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവും, മെന്റൽ ഹെൽത്ത് ഉണ്ടാവും, അത് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. എന്നാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കോട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കഴിവോ അല്ലെങ്കിൽ നമുക്ക് കഴിവോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ബുദ്ധിയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്, നല്ല കഴിവുള്ള ആളുകളാണ്. ബട്ട് നമ്മൾ അത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ കാണാറില്ലേ, നമ്മൾ ഈ പുഴയിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, കാണാറില്ലേ? ഈ പുഴയിലൂടെ ഒഴുകി പോകുന്ന വെള്ളം തന്നെ ഒരു ഏരിയയിൽ നമ്മൾ തടഞ്ഞു വെച്ചിട്ട് അത് കെട്ടി അത് ഡാമാക്കി അതിൽ നിന്നും വെള്ളം എടുത്തിട്ട് നമ്മളൊരു ടെർബൈൻ കറക്കാൻ എന്ത് ചെയ്യും? കറണ്ട് ഉണ്ടാക്കാം. അപ്പം ഈ പുഴയിലൂടെ പോകുന്ന വെള്ളത്തിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെറിയ പുഴയിലൂടെ പോകുന്ന വെള്ളത്തിനും കറണ്ട് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് എന്തുണ്ട്, അത് ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട്. കുറച്ച് ഉയരത്തിലേക്ക് എത്തണം, കുറച്ച് സമയം തങ്ങി നിൽക്കേണ്ടി വരും, പിന്നെ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ചെറിയൊരു പൈപ്പിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ടെർബൈൻ കറക്കേണ്ടി വരും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കാൻ തയ്യാറായാലും എന്ത് ചെയ്യും? എന്നെ വെച്ചിട്ടും
അല്ലെങ്കിൽ ഈ പുഴയിലുള്ള വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം എല്ലാ പുഴയിലെ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ബട്ട് അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും. നമുക്ക് എന്താണോ ആഗ്രഹം അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആഗ്രഹം നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും. അത് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പൊ യൂസുഫ് അലി സാറെ പറ്റിയിട്ട് എല്ലാവരും പറയും ഭയങ്കര അടിപൊളി പേഴ്സൺ ആണ്, നല്ല പേഴ്സണാലിറ്റി ആണ്, ആളുകളെ നല്ലപോലെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. യൂസുഫ് അലി സാറ് മുമ്പത്തെ സ്റ്റോറി ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കേട്ടൊരു സംഭവമുണ്ട്. സാറ് അന്ന് സൂപ്പർ മാർക്കറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ, അതായത് രാവിലെ ഏർലി മോർണിംഗിൽ കട തുറന്നിരിക്കും. എന്നിട്ട് സെയിൽസിലൊക്കെ അങ്ങനെ സെയിൽസും കാര്യങ്ങളൊക്കെ നടന്ന് പെരുന്നാളിന്റെ ഒരു തലേന്നാണ് ആള് പറയുന്നത്. അങ്ങനെ പെരുന്നാളിന്റെ അന്ന് രാത്രി മുഴുവൻ കട തുറന്നിരിക്കും. രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കട ക്ലോസ് ചെയ്തിട്ട് റൂമിൽ പോയി കുളിച്ച് ഫ്രഷ് ആയി പള്ളിയിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, കട തുറക്കും. വേറെ എങ്ങോട്ടും പോകാല്ല, നേരെ തിരിച്ചു വന്നിട്ട് കട തുറക്കും. അപ്പൊ ഇങ്ങനൊരു യൂസുഫ് അലി സാറും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു യൂസുഫ് അലി സാറ് പണ്ട് ഇങ്ങനെയായിരുന്നു. അപ്പം അന്ന് യൂസുഫ് അലി സാർ സെൽഫ് ഡിമാൻഡ് ചെയ്ത ഒരു സംഭവമുണ്ട്. നമ്മുടെ സെൽഫ് അന്ന് ഡിമാൻഡ് ചെയ്ത സംഗതി യൂസുഫ് അലി സാർ കൊടുത്തോണ്ട് തന്നെ ഇന്ന് ആ സക്സസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ കാണുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് നമ്മളെ സെൽഫ്, നമ്മൾ കാണുന്ന സെൽഫ്, നമ്മളിപ്പോ ഒരു ഫയർഫോഴ്സോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫോ റിലേഷൻഷിപ്പോ മണിയോ എന്തോ ആവട്ടെ, ആ ക്യാഷ് ഫ്ലോ ഒക്കെ വന്നതിന് ശേഷമുള്ള നമ്മളെ സെൽഫിന് ഡിമാൻഡ് ചെയ്യുന്ന ചില സംഗതികൾ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആഹ് അവസരങ്ങൾക്കായിട്ട് ആരും കാത്തിരിക്കാതിരിക്കുക, അവസരങ്ങൾ ഉണ്ടാക്കുക. എല്ലാരും പറയും നമുക്കുള്ള അവസരം വരും, നമുക്കുള്ള അവസരം വരും, നമുക്കുള്ള അവസരം വരും. വരും, അവസരങ്ങൾ വരിക വരാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊന്നും നമ്മൾ മാറ്റർ ചെയ്യണ്ട, അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യണ്ട. നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്ത് അവസരമായാലും ആ അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക. നമ്മളെ ലക്ഷ്യത്തിന്റെ അവസാനം പറഞ്ഞ പോലെ പരിശ്രമിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ, വിജയിക്കാൻ പറ്റും. ഓൾവേസ് ഇത് റിമെമ്പർ ചെയ്യുക. നമ്മളെല്ലാം ഏത് വെള്ളമാണെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്ത് ചെയ്യണം, ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സെർട്ടൻ ഡിമാൻഡ്സ് ഉണ്ട്. അത് ആ വെള്ളത്തിന് എന്ത് ചെയ്യണം, പാലിക്കാൻ പറ്റണം. സെർട്ടൻ റൂൾ ഉണ്ട്, അത് പാലിക്കാൻ പറ്റിയാൽ എല്ലാ വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ബട്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്ന സമയത്ത് അത് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട്, ഭയങ്കര സ്മൂത്ത് ആയിട്ട്, ഭയങ്കര എന്താ പറയാ, സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു 30 seconds ഉണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ മെന്റേഴ്സിനെ ടീമിലോ ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഒന്നും കൂടി പറയോ, വോയിസ് ബ്രേക്ക് ആയി. ഹലോ, കേൾക്കാമോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ആക്കി തരുവച്ചാ. ഏതാണ് ലാസ്റ്റ് പറഞ്ഞ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം? ക്ലിയർ ആയില്ല. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇല്ലേ? അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കരുത് എന്നുള്ളതാണ്. അതിന് മുമ്പിൽ വേറെ പോയിന്റ് തോന്നുന്നു. നമ്മൾ അതിന് വേണ്ടിട്ട് ജീവിതത്തിൽ പരാജയപ്പെടുന്നത് നമുക്ക് ധൈര്യമോ അല്ലെങ്കിൽ കഴിവോ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മറ്റേ അംബീഷൻ നമ്മളിപ്പോ അംബീഷൻ പറഞ്ഞപ്പം അംബീഷന് വേണ്ടി നമ്മളെന്തോ വേറെ പോയിന്റ് പറഞ്ഞു, എനിക്ക് മൈൻഡ് കിട്ടിയില്ല. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ സജിനാസ് ഓൾറെഡി നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സജിനാസ് ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്യൂ. അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അധിക ആളുകൾക്കുള്ള ഒരു പ്രശ്നം, ഞാൻ എന്താവണം എന്ന് അറിയാത്തൊരു പ്രശ്നം മെജോറിറ്റി ആളുകൾക്ക്. എന്താവണം എന്ന് അറിയുന്നതോടുകൂടി ഏകദേശം ഒരു 50% ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. എന്നിട്ട് ആ ബാക്കി 50 കൂടി ക്ലിയർ ചെയ്താൽ മതി എന്നാ പറയാറുള്ളത്. അപ്പം ഏകദേശം ഒരു 50% സജ്നാസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്.
ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്യും, നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാനൊന്ന് പേഴ്സണലി അതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പേഴ്സണലി ഒന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മാസം ടോക്ക് അടുത്ത സൺഡേ ഗോൾ സെറ്റിംഗ് എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് ആ, എന്താ പറയാ, നമ്മളെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് സൺഡേ നമുക്ക് മീറ്റ് ചെയ്യാം. എനിവേ ഇന്നത്തെ മാസ്റ്റർ ടോക്കിലേക്ക് വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ മനസ്സിന് ഒന്നും കൂടി എന്ത് ചെയ്യാണ്, നന്ദി പറയാണ്. എല്ലാവരുടെ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.